നമസ്കാരം. കെ.എൻ. ഷാജിമാർ സാർ ഹോസ്പിറ്റൽ ലൈനിൽ വാർത്ത അവതരിപ്പിക്കുന്നത് ഞാനായിരിക്കും. അവതരണത്തെക്കുറിച്ചുള്ള കൂടുതൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ സാറിന്റെ ആരോഗ്യസ്ഥിതിയെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാൻ ചുവടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അമേരിക്കയുടെ നടുവൊടിച്ച് ഹൂതികൾ. അമേരിക്കയ്ക്ക് ഇസ്രായേലിന് നേരെ അറബിക്കടലിൽ ആക്രമണം നടത്തി ഹൂതികൾ. 17ഓളം മിസൈലുകൾ അമേരിക്കയുടെ പടക്കപ്പലിന് നേരെ ചീറിയെടുത്തു. ആക്രമണത്തിൽ അമേരിക്കയിലെ പടക്കപ്പൽ പൂർണ്ണമായും തകർന്നു എന്നാണ് റിപ്പോർട്ട്. ഇതിനോടൊപ്പം തന്നെ ഇസ്രായേലിന് നേരെ ഹൂതികൾ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലികൾ ഈ ആക്രമണത്തിന് രക്ഷ നേടാനായി ബങ്കറിൽ ഒളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു കഴിഞ്ഞു. ഹിസ്ബുള്ളയുമായി 2 മാസത്തേക്ക് വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ച ഇസ്രായേൽ ആ കരാർ ലംഘിച്ചതോടെയാണ് ഹൂതികൾ സംഹാര നാടകമാടിയത്. ഫ്രാൻസും യുഎസും ഈജിപ്തും നടത്തിയ മധ്യസ്ഥ കരാറുകളുടെ ഫലമായിട്ടാണ് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായത്. എന്നാൽ ഇസ്രായേൽ സമാധാന ശ്രമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ലെബനനിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇതിലൂടെ ഇസ്രായേലിനെ വിശ്വസിക്കാനാവില്ലെന്ന് അവർ തെളിയിച്ചിരിക്കുന്നു. തൽക്കാലത്തേക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ ഇതായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം. ഹിസ്ബുള്ള പിൻവാങ്ങുമ്പോൾ ആഞ്ഞാക്രമിക്കുന്ന രീതി ഇതാണ് ഇസ്രായേൽ കൈക്കൊണ്ടത്. ഇതിനുള്ള കനത്ത തിരിച്ചടിയാണ് ഹൂതികൾ നൽകിയിരിക്കുന്നത്. അമേരിക്കൻ പടക്കപ്പലിനെ ആക്രമിച്ചതിലൂടെ തങ്ങൾക്ക് ഒരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല എന്ന് ഹൂതികൾ തെളിയിച്ചിരിക്കുന്നു. ലെബനനിൽ സമാധാന കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മറുപടി നൽകുമെന്ന് ഹൂതികൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹൂതികൾ അവരുടേതായ രീതിയിൽ സംഹാര താണ്ഡവമാടുകയാണ് അറബിക്കടലിലും ചെങ്കടലിലും. ചുരുക്കത്തിൽ യുദ്ധം അനന്തമായി നീളുകയാണ്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവിന്റെ ചിറകറ്റു വീണിരിക്കുന്നു.